ഒരു മാജിക് ആണല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ അമ്മാവന്മാർക്ക് ഇയർബഡ് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ ചോദിക്കും അതെന്തോന്ന് സാധനം. അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വലിയ ആൻസർ ആണ് ഇതുപോലെ. The coefficient of linear expansion is the position of the hemoglobin in the atmosphere. ബട്ട് ബ്ലൂടൂത്ത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഫോണും ഇയർബഡ്സും ലൈറ്റിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ ലൈറ്റ് അല്ല, ഈ ലൈറ്റും അല്ല. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തില് ഹ്യൂമനൈസിനെ കാണാൻ പറ്റുന്നത് 400 to 600 നാനോമീറ്റർ മാത്രമാണ്. സോ ഇതിപ്പോ സൂം ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് ഹ്യൂമനൈസ് എന്ന് പറയുന്നത് ബ്ലൈൻഡ് ആണ്. I have a confession to make. I'm blind. No shit. ബ്ലൂടൂത്ത് ഇവിടുത്തെ 121 മില്ലിമീറ്ററിനും 124 മില്ലിമീറ്ററിനും ഇടയ്ക്കുള്ള റേഞ്ചിലാണ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. ഈ ലൈറ്റിന് ഈവൻ വോൾസിന്റെ ഉള്ളിൽ കൂടെ വരെ ട്രാവൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബിക്കോസ് വേവ്സ് എല്ലാം ഒരുപാട് ലോങ്ങർ ആണ്. പക്ഷെ ഈ ലൈറ്റ് വെച്ച് ഞാൻ എങ്ങനെ സുഷിൻ ഷ്യാമിന്റെ പാട്ട് കേൾക്കുന്നത്? അതിനുള്ള ഉത്തരമാണ് വൺസ് ആൻഡ് സീറോസ്. 121 മില്ലിമീറ്റർ നീലയാണെന്ന് കൺസിഡർ ചെയ്യുക, 124 മില്ലിമീറ്റർ ചോപ്പാണെന്ന് കൺസിഡർ ചെയ്യുക. ഫോണിന് 1 ആണ് സെൻഡ് ചെയ്യേണ്ടതെങ്കിൽ ഫോണിന്റെ ആന്റിന നീല കളർ ആവും. ഈ നീല കളർ കണ്ട ഇയർബഡ്സിന്റെ ആന്റിന ഇയർബഡ്സിലെ ചിപ്പിനോട് പറയും അവിടെ നിന്ന് നീല കളറാണ് വന്നിട്ടുള്ളത്, ചിപ്പ് 1 എന്ന് റൈറ്റ് ചെയ്യും. അതേപോലെ 0 ആണ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോണിന്റെ ആന്റിന ചോപ്പ് കളർ ആവും. ചോപ്പ് കളർ കണ്ട ഇയർബഡ്സിന്റെ ആന്റിന ചിപ്പിനോട് പറയും അവിടുന്ന് വന്നിട്ടുള്ളത് ചോപ്പാണ്, സോ ചിപ്പ് 0 റൈറ്റ് ചെയ്യും. പക്ഷെ ഈ പ്രോസസ് ഭയങ്കര ഫാസ്റ്റ് ആണ്. ഒരു സെക്കൻഡിൽ ഇത് 10 ലക്ഷം പ്രാവശ്യം നടക്കുന്നുണ്ട് സത്യമായിട്ടും. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. ഇപ്പൊ ഞാൻ സുഷിൻ ഷ്യാമിന്റെ പാട്ടാണ് കേൾക്കണേ, പക്ഷെ നൈല് കേൾക്കുന്നത് കാക്കേ കൂടെ എവിടെയാണ്. കാക്കേ കൂടെ എവിടെ എന്റെ ചെവിട്ടിലെത്താണ്ട് സുഷിൻ ഷ്യാമിന്റെ സോങ് എങ്ങനെയാണ് എന്റെ ഇയർബഡ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പാട്ടുകൾ ഞങ്ങളുടെ ഇയർബഡ്സ് തിരിച്ചറിയുന്നത്? അപ്പൊ നമുക്ക് ആകെ ഒരു ചാനലല്ല ഇതിന്റെ ഉള്ളിലുള്ളത്, നമുക്കുള്ളത് 79 ചാനലുണ്ട്. സോ ബ്ലൂടൂത്തിന് മൊത്തം 79 ചാനലുണ്ട്. ഈ 79 ചാനലിലും വൺസും സീറോസും ഉണ്ട്. സപ്പോസ് നൈലമോള് ഇരിക്കുന്നത് 22ാമത്തെ ചാനലാണ്, ഞാനിരിക്കുന്നത് അപ്പോൾ 54ാമത്തെ ചാനലായിരിക്കും. 2 ചാനലും ഡിഫറെന്റ് ആണ്. അവിടെയും പ്രശ്നമുണ്ട്. ഒരു റൂമില് 158 പേര് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൊത്തം 79 ചാനലേ ഉള്ളൂ. അവിടെ ഒരു ചാനലിൽ 2 പേരെ വെച്ചിട്ട് ഇരുത്താൻ പറ്റുമോ? അവിടെ ഇയർബഡ്സ് എന്തായാലും ലാഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാലും ഇയർബഡ്സ് നമ്മുടെ സോങ് തന്നെ പ്ലേ ചെയ്യുള്ളൂ. അതിന് കാരണമായിട്ടുള്ളതാണ് നമ്മുടെ ഫോണിലെ പെയറിംഗ് സെറ്റപ്പ്. ഓക്കെ, നിങ്ങളുടെ ഇയർബഡ്സ് ഒരു ലോക്ക് ആണെന്ന് വിചാരിക്കുക. സോ ഈ ലോക്കിന് എന്തായാലും ഒരു കീ ഉണ്ടാവുമല്ലോ. ഇയർബഡ്സ് ഓൺ ആക്കുമ്പോൾ ഈ കീ ഇയർബഡ്സ് നിയർ ബൈ ഡിവൈസസ് എല്ലാം സെൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പേരുകളെല്ലാം കീ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ വൺസ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കീ നമ്പർ നമ്മുടെ ഫോൺ വിളിച്ചു പറയും. ഫോർ എക്സാമ്പിൾ നമ്മുടെ മൊബൈൽ ഫോൺ പറയും കീ നമ്പർ 00914464550654119. ഞാൻ നിന്നെ സെലക്ട് ചെയ്തു. പിന്നെ നടക്കുന്നത് ഒരു പഴയ കീക്ക് പകരം ഒരു പുതിയ കീ ഇയർബഡ്സ് ഫോണിനെ സെൻഡ് ചെയ്യും. സോ ടെക്നിക്കലി നിങ്ങളുടെ ഇയർബഡ്സിനെ കാക്കേ കൂടെ ഇവിടെ പാട്ട് കേൾക്കാൻ പറ്റുമെന്നെങ്കിലും കീ ഇല്ലാത്തതുകൊണ്ട് അതിനെ ഇഗ്നോർ ചെയ്യും. അത് മാത്രമല്ല എൻകോഡ് ചെയ്യാനായിട്ട് കീ വേണം എന്നുള്ളത് കൊണ്ട് അത് റീഡ് ചെയ്യാൻ പോലും പറ്റില്ല. നമുക്ക് നമ്മുടെ അനിരുദ്ധിന്റെ പാട്ട് കേൾക്കാം, നൈലേക്ക് കാക്കയുടെ പാട്ട് കേട്ട് ചില്ല് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ, വെരി സിമ്പിൾ. ഇതിന് നിങ്ങൾക്ക് മൊത്തമായിട്ടുള്ളത് ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ആണ്. അത് ചെയ്തിട്ട് പോകണം പ്ലീസ്. ബ്ലൂടൂത്ത് പറയാൻ മനസ്സിലായില്ല. ഇത് ബ്ലൂടൂത്ത് എങ്ങനെയാണ് കണക്ട് ആവാൻ